ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം സത്യോപനിഷത്ത് 14. ഈശ്വരന്റെ സാകാര നിരാകാര ഭാവങ്ങളെക്കുറിച്ച് അരുളുമോ? ഇക്കാര്യത്തിൽ വളരെയധികം പേർ ആശയക്കുഴപ്പത്തിലാണ്. രൂപമില്ലാത്ത ഒന്നിനെ എങ്ങനെ ലഭിക്കും? അരൂപിയായ ഒന്നിനെ എങ്ങനെ സങ്കല്പിക്കാൻ കഴിയും? നിങ്ങൾക്ക് രൂപമുള്ളിടത്തോളം കാലം രൂപമുള്ള ഈശ്വരനെ മാത്രമേ ചിന്തിക്കാൻ കഴിയൂ. ഉദാഹരണത്തിന്, ഒരു മത്സ്യം ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുന്നുവെന്ന് കരുതുക. അതിന് തന്നെക്കാൾ വലിയൊരു മത്സ്യമായിട്ടേ ഈശ്വരനെ സങ്കല്പിക്കാനാവൂ. എരുമയ്ക്ക് എല്ലാം തികഞ്ഞ വലിയ ഒരു എരുമയെ മാത്രമേ ഈശ്വരനായി ചിന്തിക്കുവാൻ സാധിക്കൂ. ഇതുപോലെ തന്നെ മനുഷ്യനും സർവഗുണസമ്പന്നനായ മാതൃകാ പുരുഷോത്തമനായ മനുഷ്യരൂപത്തിലെ ഈശ്വരനെ ചിന്തിക്കാനാവൂ. ഭഗവാന്റെ നിരാകാര രൂപത്തെ രൂപത്തിന്റെ അടിസ്ഥാനത്തിലേ ചിന്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. സാകാരത്തിലൂടെയേ നിരാകാരം സാക്ഷാത്കരിക്കപ്പെടൂ. ഒരു ഉദാഹരണം, കൊടൈക്കനാലിലുള്ള ഈ ഹാളിൽ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ സ്വാമിയുടെ മുന്നിൽ ഇരിക്കുന്നു, സംസാരം ശ്രദ്ധിക്കുന്നു. ഇത് രൂപവുമായിട്ടുള്ള ഒരു അനുഭവമാണ്. കുറച്ചു കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചു പോകും. 1-2 ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം വീണ്ടും ഓർക്കും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മനസ്സിൽ കാണും. സത്യത്തിൽ അപ്പോൾ മനസ്സിൽ കാണുന്ന സ്വാമിയോ ഈ മുറിയോ അവിടെയുണ്ടോ? ഇല്ല. പക്ഷെ നിങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിച്ച ഒന്നിന്റെ അനുഭവം വീണ്ടും മാനസികമായി കാണുകയാണ്. അതായത് പരോക്ഷമായി അനുഭവിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് സാകാരാനുഭൂതിയാണ്. ഗൃഹത്തിലെത്തിയ ശേഷം സ്മരണയിലൂടെ ലഭിക്കുന്നത് നിരാകാരാനുഭവം. ഒന്നില്ലാതെ മറ്റൊന്നിന് നിൽക്കുവാനും കഴിയില്ല. മറ്റൊരു ഉദാഹരണം നോക്കൂ. ഇത് പാൽ. നിങ്ങൾക്കിത് കുടിക്കണം. പക്ഷെ അതിനായി ഒരു കപ്പോ ഗ്ലാസോ വേണ്ടി വരുമല്ലോ. അതുപോലെ ഭഗവാനെ ആരാധിക്കുവാൻ, അനുഭവിക്കുവാൻ നിങ്ങൾക്ക് ഒരു കപ്പ് രൂപം ആവശ്യമാണ്. സ്വാമി, സാകാര നിരാകാര ഉപാസനകളിൽ ഏതാണ് ശ്രേഷ്ഠം? എന്റെ അഭിപ്രായത്തിൽ രണ്ടും ഒരുപോലെ തന്നെ. ഒന്ന് മറ്റൊന്നിനേക്കാൾ വലുതല്ല. ഇപ്പോൾ നിങ്ങൾ കോയമ്പത്തൂരാണെന്ന് കരുതൂ. അവിടെ കുന്നുകളും താഴ്വരകളും കാണുവാനില്ല. എല്ലായിടത്തും സമതലം മാത്രം. ഇതാരും ഇങ്ങനെയാക്കിയതല്ല. കോയമ്പത്തൂർ ഇങ്ങനെയാണ്. കൊടൈക്കനാൽ ആകട്ടെ മലമുകളിലാണ്. ആ മലകളും ആരും സൃഷ്ടിച്ചതല്ല. മലകൾ ആരും അവിടെ നിരത്തി വെച്ചതല്ല. കൊടൈക്കനാൽ അങ്ങനെയാണ്. ഇതുപോലെ തന്നെയാണ് 2 തരത്തിലുള്ള ധ്യാനവും. രൂപത്തോടു കൂടിയത് സാകാര ധ്യാനം, രൂപരഹിതമായത് നിരാകാര ധ്യാനം. സാധകന് 2 മാർഗവും ആധ്യാത്മികോന്നതിക്ക് അനുയോജ്യം തന്നെ. ഈശ്വരനുമായി സമ്പൂർണം താതാത്മ്യം പ്രാപിച്ചവരുണ്ടോ സ്വാമി? ഉവ്വ്, ഈശ്വരനുമായി താതാത്മ്യം പ്രാപിച്ചവർ ധാരാളമുണ്ട്. സത്യത്തിൽ ഭക്തന്റെ ലക്ഷ്യം അതായിരിക്കണം. ശ്രീരാമകൃഷ്ണ പരമഹംസരെ കുറിച്ച് കേട്ടു കാണുമല്ലോ. പരമഹംസർ ശ്രീരാമനെ ആരാധിച്ചിരുന്ന സമയം. ഭക്തിഭാവ തീവ്രതയ്ക്കായി പരമഹംസർ താൻ സ്വയം ഹനുമാൻ എന്ന് കരുതി. ആ സാധനാഘട്ടത്തിൽ ശ്രീരാമകൃഷ്ണന്റെ നട്ടെല്ലിന്റെ കീഴറ്റം വാലുപോലെ കുറച്ചു നീണ്ടുവന്നു. ഇതാണ് താതാത്മ്യം. രാമായണത്തിൽ നിന്ന് ഒരു ഉദാഹരണം. ശ്രീരാമചന്ദ്രനെ അയോധ്യയിൽ തിരികെ കൊണ്ടുവരാൻ ഭരതകുമാരൻ വളരെയധികം ശ്രമിച്ചു. രാമൻ സമ്മതിച്ചില്ല. പിതൃവാക്യ പരിപാലനത്തിൽ ശ്രീരാമൻ ഉറച്ചു നിന്നു. കാനനവാസം കഴിഞ്ഞാൽ ഉടൻ തിരിച്ചെത്തുമെന്ന വാഗ്ദാനത്തിൽ ഭരതൻ അയോധ്യയിലേക്ക് യാത്രയായി. 14 വർഷം കഴിഞ്ഞു. ഭരതൻ വലിയൊരു ചിതയൊരുക്കി. തന്റെ സഹോദരൻ ശ്രീരാമൻ സമയത്ത് തിരിച്ചു വന്നില്ലെങ്കിൽ ആത്മാഹുതി ചെയ്യണം. അതായിരുന്നു നിശ്ചയം. അതേസമയം ശ്രീരാമനോ അവിടുന്ന് ഹനുമാനെ സന്ദേശവുമായി അയച്ചു. ആഞ്ജനേയൻ അവിടെ ചെന്നപ്പോൾ കണ്ട രംഗമോ, ചിതയിലേക്ക് ചാടുന്നതിനായി ശ്രീരാമചന്ദ്രൻ ചിതയെ പ്രദക്ഷിണം ചെയ്യുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ഹനുമാൻ സ്തബ്ധനായി. ഭരതൻ ശ്രീരാമചന്ദ്ര സ്മരണ അനവരതം തുടർന്നതു കാരണം ശ്രീരാമ സദൃശ്യനായി മാറി. ഇതാണ് ഹനുമാന് ആശയക്കുഴപ്പം ഉണ്ടാക്കിയത്. ഇക്കാര്യം വേദം ഇങ്ങനെ അരുളുന്നു: ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി. രാവണവധത്തിനു ശേഷം സീതാദേവിയോടൊപ്പം ലക്ഷ്മണ സമേതനായി ഭഗവാൻ രാമചന്ദ്രൻ അയോധ്യയ്ക്ക് എഴുന്നള്ളുന്ന സമയം. രഥം ഓടിക്കുന്നത് ഭരതൻ. അയോധ്യ നഗരത്തിലേക്ക് രഥം പ്രവേശിച്ചു. അയോധ്യ നിവാസികൾ പൂമാലകളുമായി ശ്രീരാമനെ സ്വീകരിക്കുവാൻ ഓടിയണഞ്ഞു. ജനങ്ങൾ ആശയക്കുഴപ്പത്തിലായി. കടിഞ്ഞാണുവേണ്ടി രഥം തെളിക്കുന്ന ഭരതനെ അവർ രാമൻ എന്ന് നനച്ചു. അവർ ഭക്ത്യാദരവോടെ ഭരതനെ രാമൻ എന്ന് കരുതി മാല അണിക്കുവാൻ തുടങ്ങി. തൊഴുകൈയോടെ വിനയപൂർവ്വം ഭരതൻ ശ്രീരാമന്റെ നേർക്ക് ആംഗ്യം കാണിച്ചു. ഞാനല്ല രാമൻ. താതാത്മ്യം പ്രകടമായ മറ്റൊരു രംഗമാണിത്. വേറൊരു ഉദാഹരണം. ശിവജിയുടെ ഗുരുവായ സമർത്ഥ രാംദാസ്. ശ്രീരാമനെ പോലെയായിരുന്നു സ്വാമി നടന്നിരുന്നത്. തോളിൽ വലിയൊരു വില്ലുമേന്തി കയ്യിൽ അമ്പും പിടിച്ച് രാമനെ പോലെ നടക്കും. സമർത്ഥ രാംദാസിന്റെ ഈ രീതി കണ്ട് ഒരാൾ തിരക്കി, സ്വാമി,
അങ്ങ് രാമനെങ്കിൽ ആ വൃക്ഷത്തിലിരിക്കുന്ന പക്ഷിയെ എയ്തു വീഴ്ത്താമോ? സമർത്ഥ രാംദാസ് അസ്ത്രമെയ്ത് അതിനെ വീഴ്ത്തി. തറയിൽ പതിച്ച പക്ഷിയെ നോക്കി ഒരാൾ പറഞ്ഞു, സ്വാമി, ഒരു കാരണവുമില്ലാതെയാണ് അങ്ങ് ഈ പക്ഷിയെ കൊന്നത്. രാമൻ കരുണാമൂർത്തിയായിരുന്നു. തക്കതായ കാരണമില്ലാതെ രാമൻ ആരെയും വധിച്ചിരുന്നില്ല. പക്ഷെ അങ്ങേക്ക് ഒരു കാരണവുമില്ലാതെ കൊല്ലാൻ കഴിഞ്ഞല്ലോ. കഷ്ടം. ഇനി ഇതിന് ജീവൻ കൊടുക്കുവാൻ സാധിക്കുമോ? സമർത്ഥ രാംദാസ് പക്ഷിയെ എടുത്തു. അതിനുശേഷം അതിന്റെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ചു. ഏതാനും നിമിഷം കഴിഞ്ഞു. കയ്യിലിരുന്ന പക്ഷി ഒന്ന് അനങ്ങി. പിന്നീട് ചിറകുകൾ വിടർത്തി പറന്നുയർന്നു. സമർത്ഥ രാംദാസ് കി ജയ്. ചുറ്റും നിന്ന ജനങ്ങൾ ആർത്തു വിളിച്ചു. ഇതാണ് ഭഗവാനുമായി താതാത്മ്യം പ്രാപിച്ചതിന് മറ്റൊരു ഉദാഹരണം. സ്വാമി, ഞങ്ങളുടെ ധ്യാനത്തിൽ അവിടുന്ന് സന്തുഷ്ടനാണോ? നിങ്ങൾ നിത്യം ചെയ്യുന്നത് ധ്യാനമാണെന്ന് കരുതുന്നുവോ? അല്ല, നിങ്ങൾ അത് ശരിയായിട്ടല്ല ചെയ്യുന്നത്. അത് ധ്യാനമല്ല. നിങ്ങൾ ധ്യാനത്തിനിരിക്കുന്നുണ്ടെന്നത് ശരി തന്നെ. പക്ഷെ നിങ്ങളുടെ മനസ്സ് മാർക്കറ്റിലായിരിക്കാം. ഉച്ചഭക്ഷണം എന്ത് എന്ന ചിന്തയിലായിരിക്കാം. അല്ലെങ്കിൽ അലക്കുകാരൻ വസ്ത്രം കൊണ്ടുവന്നോ എന്നൊക്കെ ചിന്തിക്കാം. ഇതാണോ ധ്യാനം? തീർച്ചയായും അല്ല. ചെറിയൊരു ഉദാഹരണം. നിങ്ങൾ ഇവിടെ ആകാംക്ഷാപൂർവ്വം സ്വാമിയുടെ ദർശനത്തിനായി കാത്തിരിക്കുന്നു. വാതിൽ തുറക്കുന്ന ശബ്ദമോ കാറിന്റെ ശബ്ദമോ കേട്ടാൽ ശ്രദ്ധ ഉടൻ അങ്ങോട്ടാകുന്നു. കാരണം സ്വാമിയുടെ വരവാണത് എന്ന് നിങ്ങൾ ഉടൻ ചിന്തിക്കുകയായി. എന്തുകൊണ്ട്? നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ അപ്പോൾ സ്വാമിയിലാണ്. അതിനാൽ എല്ലാം സ്വാമിയുടെ വരവുമായി ബന്ധപ്പെട്ട് കാണുവാൻ തുടങ്ങുന്നു. നേരെ മറിച്ച് നിങ്ങൾ മറ്റെന്തെങ്കിലും ചിന്തയിൽ വ്യാപൃതനാണെന്ന് കരുതൂ. ആ സമയം സ്വാമി നിങ്ങളുടെ മുന്നിലെത്തി. അടുത്തു നിന്നാൽ പോലും നിങ്ങൾ അറിയുന്നില്ല. ഇതുപോലെ ധ്യാനത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഈശ്വരനിലുള്ള പരിപൂർണ ഏകാഗ്രതയാണ്. ശ്രദ്ധ തെല്ല് പോലും പതറാതെ നിങ്ങൾ സർവദാ ജാഗരൂകനായിരിക്കണം. അചഞ്ചലമായ സ്ഥിരമായ മനസ്സാണ് ധ്യാനത്തിന് ഉതകുക. ഓം തത് സത്.